മലയാളികളുടെ പൂർവികർ പോകാത്തൊരു സ്ഥലമില്ല. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് പോകും. ഈ പട്ടണത്തുനിന്ന് കിട്ടിയ വസ്തുക്കളാണ് ഒരുപക്ഷെ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സുദീർഘമായ ഏതാണ്ട് മൊത്തം ലോകത്തെ അറ്റ്ലാന്റിക് മുതൽ പസഫിക് വരെയുള്ള ഏതാണ്ട് 60 തുറമുഖങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന, അതിൻ്റെ ഏതാണ്ട് മധ്യസ്ഥാനത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ പാവം പട്ടണം ഗ്രാമം എന്ന് തെളിയുന്ന വസ്തുക്കളാണ് ഇവിടുന്ന് വന്നത്. ഈ വസ്തുക്കളെല്ലാം സമൂഹത്തിനുണ്ടാക്കിയതും ചിന്താപരവും കോഗ്നിറ്റീവ് എബിലിറ്റിയൊക്കെയാണ്. അതൊക്കെ നോക്കിയാൽ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാർ തോറ്റുപോകുന്ന തരം കഴിവുള്ളവരായിരുന്നു അവർ. ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല തെളിവുകൾ അവിടുത്തെ വസ്തുക്കൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഒരു ഉദാഹരണം ഇപ്പോൾ മനസ്സിൽ ഓടി വന്നത്, ഈ ഒരു ദിവസം ഈ കുഴിച്ചെടുത്തപ്പോൾ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ ഇച്ചിരി മുഴുത്ത അതേ നിറവാണ്. അങ്ങനെ ഭയങ്കര മിനുസം കൊണ്ടുവന്ന ഉടനെ ഇപ്പം നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ഇതിൻ്റെ ഡയറക്ടറേയും പിന്നെ ഇതിൻ്റെ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്, ആൻറ്റിക്വിറ്റി രജിസ്റ്റർ. അത് പ്രീത നായരായിരുന്നു കുറേ വർഷക്കാലം. ഷി വാസ് മെറ്റിക്കുലസ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഭയങ്കര സൂക്ഷ്മതയുള്ളവർക്ക് ഇത് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കഴുകിക്കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഈ കുട്ടി കഴുകിയ എണ്ണയുണ്ടല്ലോ അത് 5 കഷ്ണമായി. അയ്യോ, അതാകെ അങ്ങ് വിഷമമായി. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട 5 കഷ്ണമായിട്ട് അങ്ങ് മാറി. നോക്കിയോണ്ടേ എന്താ ഇത്, നമ്മളൊരു പിച്ചാത്തി കൊണ്ട് ഉരുളക്കിഴങ്ങ് 5 കഷ്ണമായിട്ട് മുറിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ കുട്ടിയെ തിരിച്ചു വെച്ചോണ്ട് പഴയതായി. ഇതെന്തോ കാണിക്കുന്നത്? ഇത് 300 BC മുതൽ 300 AD വരെയുള്ള ആഡരിൽ നിന്നാണ് കിട്ടുന്നത്. കല്ല് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന പോലെ മുറിക്കാൻ ഉള്ള സാങ്കേതിക വിദ്യ. അപ്പം ഞങ്ങളത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കാര്യം മനസ്സിലായി. അത് ബ്ലേഡ് പോലെയുള്ള എന്തോ വെച്ച്, ബ്ലേഡിനെക്കാട്ടി കനം കുറഞ്ഞായിരിക്കണം. കാരണം ഇത് ഒരുമിച്ച് വെച്ചാൽ വീണ്ടും അത് ഉരുളങ്കല്ലാകും. പുറത്ത് എടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എണ്ണയോ എന്തോ ഒഴിച്ച് അത് ചൂടാകുമല്ലോ, കല്ല് മുറുക്കിയല്ലേ, അതിൻ്റെ പാടുകളുണ്ട്. സോ യു തിങ്ക് ഓഫ് ദ ടെക്നോളജി. പിന്നെ അയൺ വാസ് അവർ ഒരു ബാക്ക് ബോൺ. അത് 11,000 എണ്ണ കിട്ടിയത്. ലാപ്പിഡറി വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ ഈ വർണ്ണക്കല്ലുകൾ, അതിൻ്റെ കേന്ദ്രമായിരുന്നു. കാരണം അതിൻ്റെ ചിപ്പുകളില്ലേ, വേസ്റ്റ്, അത് തന്നെ ഏതാണ്ട് 2000-2500 കഷ്ണം. നമ്മൾ 1% ഇതുവരെ കുഴിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. പിന്നെ പാത്രകഷ്ണങ്ങളുടെ വെറൈറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇതിനൊക്കെ അഡ്വാൻസ് സ്റ്റഡീസ് വേണം. ഒരു പാത്രത്തിൻ്റെ ഒരു പ്രത്യേക മോഡ് കിട്ടി. അതുണ്ടല്ലോ ചാരായം വാറ്റാൻ ഉപയോഗിച്ചതാണെന്ന് 100%. അല്ലാതെ നമുക്ക് തോന്നുന്ന, കാരണം ഇതിന് സ്റ്റഡീസ് നടത്താനൊന്നും നമുക്ക് സൗകര്യമൊന്നുമില്ല. അതിനുള്ള ഒരു സാവധാനത, അതിനുള്ള പണം തരിക, അങ്ങനെയൊന്നുമില്ലല്ലോ. അത് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ബാക്കി കോണ്ടെക്സ്റ്റൂടെ നോക്കുമ്പോഴാണ് വലിയ പാത്രത്തിൻ്റെ ഒരു മൂടാണ്, അത് റെസിഡ്യൂവാണ്. അപ്പോൾ ഒരാലോചന എല്ലാവരും സമ്മതിച്ചു ഇത് ചാരായം ഉണ്ടാകും. 4 ലോഹങ്ങളാണ് നമ്മൾ ഇതുവരെ കുഴിച്ചതിൽ വളരെ ഡിഫൈനിങ് ആയിട്ട് ആ സംസ്കാരത്തെയും അവരുടെ ഭാവനയും ഒക്കെ ഉണർത്തുന്ന രീതിയിൽ അവരത് ഉപയോഗിച്ചു. അത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചു. മൺപാത്രങ്ങളാണ് മിക്കവാറും എല്ലാ പുരാതന ഇത്തരം സ്ഥാനങ്ങളെ നിർവചിക്കുന്നത്. ഇവിടെ 45 ലക്ഷം മൺപാത്രങ്ങൾ കിട്ടി. അതിൽ 1.5 ലക്ഷം വിദേശത്തു നിന്ന് വന്നതാണ്. ഈ യൂറോപ്യൻ ഡോമിനേഷൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മളെ കണ്ടുപിടിച്ചത് വാസ്കോഡ ഗാമയാന്ന് പറയുക. അങ്ങനെ നമ്മളുടെ ഭാഷ, നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഇതൊക്കെ നമ്മളെ ഇൻഫീരിയറാക്കി. അതേസമയം പട്ടണം തെളിവുകൾ കൃത്യമായിട്ട് ഇതെല്ലാം
നിരർത്ഥകമാക്കുന്നോ പൊളിച്ചടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ പൂർവികർ, മലയാളികളുടെ പൂർവികർ പോകാത്തൊരു സ്ഥലമില്ല. കാരണം എല്ലാം 2 വേ ട്രാഫിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്പെയിനിൽ നിന്ന് വന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹൈസ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു. അയാൾക്ക് ഇന്ത്യൻ ഓഷ്യൻ ഇതാ പഠിക്കുന്നത്. അയാൾ കണ്ടെടുത്തിട്ടുണ്ട്, പ്ലിനിയുടെ പുസ്തകത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്. ഇവിടുന്ന് ഈ കാലത്തിൽ നമ്മുടെ പൂർവികർ ഈജിപ്തിൽ ചെന്ന് അവരെ തമിഴ് പഠിപ്പിച്ച്, നമ്മളെല്ലാം തമിഴരായിരുന്നു, തമിഴ് പഠിപ്പിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ അത്ഭുത ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പട്ടണം ഗ്രാമത്തെ മുൻനിർത്തി എല്ലാവരും ആലോചിക്കുന്നു. അടുത്ത സമയത്ത് നമ്മൾ ഈ KFRAയിൽ ഡോക്ടർ സജീവിനെയും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ ആനന്ദിനോട് പറഞ്ഞ് ഈ കേരളം 2000 വർഷം മുമ്പ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സിൻ്റെയും ഭയങ്കര ടെക്നോളജി അഡ്വാൻറ്റേജ് ഇല്ലേ? കാരണം നമുക്ക് 44 പുഴകളുണ്ട്, അതിൻ്റെ കൈവഴികൾ, ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ ഇതൊരു ജലാശയത്തിൻ്റെ നടുക്കുള്ള കുറേ ദ്വീപുകളായിരിക്കും എന്നുള്ളൊരാശയം. അവർ രണ്ടുപേരൂടെ പറഞ്ഞത് 51,868 ദ്വീപുകളുടെ സമൂഹമായിരുന്നു. ഈ പറയുന്ന പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യപർവ്വതങ്ങളും ഉള്ള പ്രദേശം. അതിനെയാണ് ഇപ്പം നമ്മൾ വളരെ അടുത്ത കാലത്ത് കേരളം എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിലെ ഒരു ദ്വീപായിരുന്നു പട്ടണം. പട്ടണത്ത് തന്നെ നമുക്കൊരു ഐഡലും കിട്ടിയിട്ടില്ല, ഒരു യുദ്ധോപകരണം കിട്ടിയിട്ടില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. ഈ 4 ഗുണം വകതിരിവും എളിമയുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റായി.